നമസ്കാരം. എഡിറ്റേഴ്സ് വറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. നാളെ നടക്കാനിരുന്ന ഇന്ത്യ-പാക് സെക്രട്ടറി തല ചർച്ച മാറ്റി. തീരുമാനം പരസ്പര ധാരണ പ്രകാരമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പുതുക്കിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. ജയ്ഷയ്ക്കെതിരായ പാക് നടപടിയിൽ ഇന്ത്യക്ക് അതൃപ്തി. പാക് സർക്കാരിനെ ഭീഷണിപ്പെടുത്തി മസൂദ് അസർ. ലാവലിൻ കേസ് നാളെ ഹൈക്കോടതിയിൽ. സർക്കാരിന്റെ ഉപഹർജി നാട്ടിലേശാത്ത കുതന്ത്രമെന്ന് പിണറായി. ലാവലിൻ ചീറ്റിപ്പോയ കേസ് പറഞ്ഞ നിലപാടിൽ VS ഉറച്ചു നിൽക്കുമോ എന്ന് UDF. പിണറായിയുടെ നവകേരള മാർച്ചിന് നാളെ തുടക്കം. കോഴക്കേസിൽ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ച് ബാർ ഉടമകൾ വിജിലൻസിന് നൽകിയ കത്ത് പുറത്ത്. വിജിലൻസ് തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ബാർ ഉടമകളുടെ കത്ത് പരിഗണിക്കാതെ. റിപ്പോർട്ട് മറ്റന്നാൾ വിജിലൻസ് കോടതി പരിഗണിക്കും. KM മാണി വീണ്ടും മന്ത്രിയാകണോ എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിക്കുമെന്ന് BM സുധീരൻ. അട്ടക്കുളങ്ങര ജയിൽ രജിസ്റ്ററിൽ സരിതയ്ക്ക് വേണ്ടി തിരുത്തൽ വരുത്തിയെന്ന് സോള കമ്മീഷൻ. ചില തെറ്റുപറ്റിയെന്ന് ജയിൽ IG ഗോപകുമാർ. സ്വകാര്യ കത്ത് ഹാജരാക്കാൻ കഴിയില്ല എന്ന സരിതയുടെ വാദം കമ്മീഷൻ തള്ളി. കമ്മീഷൻ നിസ്സാരമെന്ന് കരുതുന്നവർ ദുഃഖിക്കുമെന്ന് ജസ്റ്റിസ് ശിവരാജൻ. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഭീകരാക്രമണം, 6 മരണം, നിരവധി പേർക്ക് പരിക്ക്. സ്ഫോടനമുണ്ടായത് ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിനടുത്ത്. തുർക്കിയിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ 5 മരണം, 36 പേർക്ക് പരിക്ക്. KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് കോടതി ശനിയാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയാണ് റിപ്പോർട്ട് പരിഗണിക്കുന്നത്. പരാതിക്കാരനായ VSന്റെയും കേസിൽ കക്ഷി ചേർന്നവരുടെയും ആക്ഷേപം കേട്ട ശേഷമായിരിക്കും റിപ്പോർട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുക. KM മാണിക്ക് ബാർ ഉടമകൾ കോഴ നൽകിയതിന് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ കേസിന്റെ തുടർ നടപടികൾ റദ്ദാക്കണമെന്നും കാണിച്ചാണ് SP സുകേശൻ തിരുവനന്തപുരത്ത് വിജിലൻസ് പ്രത്യേക കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സുകേശന്റെ റിപ്പോർട്ട് കോടതി ശനിയാഴ്ച പരിഗണിക്കും. തുടർന്ന് കേസിലെ പരാതിക്കാരനായ VSനും കക്ഷി ചേർന്ന മറ്റുള്ളവർക്കും കോടതി നോട്ടീസ് അയക്കും. റിപ്പോർട്ടിന്മേൽ ഇവരുടെ ആക്ഷേപം കേട്ട ശേഷമായിരിക്കും അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുക. നേരത്തെയുള്ള കണ്ടെത്തലുകൾ തള്ളി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ കോടതിയുടെ നിലപാട് നിർണായകമാണ്. അതേസമയം മാണിയെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. അദ്ദേഹത്തിന് വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറിയാൽ, സാങ്കേതികമായോ മറ്റു രീതിയിലുള്ള വിഷയങ്ങൾ മാറിയാൽ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് മുഖ്യമന്ത്രിയാണ് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ടത്. ബാർ ഉടമകൾ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്ന് SP സുകേശൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതി ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമോ എന്ന ആശങ്ക ബാർ ഉടമകൾക്കുമുണ്ട്. എന്നാൽ ഈ മാസം 26-ന് മൊഴി നൽകാൻ തയ്യാറാണെന്ന് SP സുകേശനെ അറിയിച്ചിരുന്നതായി ബാർ ഉടമ എലഗൻസ് ബിനോയ് റിപ്പോർട്ടറിന്റെ എഡിറ്റേഴ്സ് അവറിൽ പറഞ്ഞു. തങ്ങൾ മൊഴി നൽകാൻ സമ്മതം അറിയിച്ചിട്ടും തിടുക്കത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ബിനോയ് ആരോപിച്ചു. 26-ാം തീയതി ഇതിന്റെ എല്ലാ സത്യവും ബോധ്യപ്പെടുത്താം എന്ന് ഞങ്ങളുടെ നേതൃത്വം ഉറപ്പ് തന്നത്. അതെങ്ങനെയോ ലീക്കായിട്ടാണ് ഇവരിത് ഓടിക്കൊണ്ടേ കൊടുത്തത്. അല്ലെ എന്ത് 13 ദിവസം വെയിറ്റ് ചെയ്യാൻ മേലെ? വെറും 13 ദിവസമുള്ളൂ. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. സുകേഷിന്റെ കത്ത് കൊടുത്തിരിക്കുന്നതാണ് 26-ാം തീയതി ഹാജരാകാൻ വേണ്ടി. റിപ്പോർട്ടർ തിരുവനന്തപുരം. SNC ലാവലിൻ കേസിൽ നടപടിക്രമം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഉപഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് P. ഉബൈദാണ് ഹർജി പരിഗണിക്കുന്നത്. സർക്കാരിന്റെ ഉപഹർജി നാട്ടിലേശാത്ത കുതന്ത്രമാണെന്ന് CPM PB അംഗം പിണറായി വിജയൻ പറഞ്ഞു. ലാവലിൻ കേസ് ചീറ്റിപ്പോയതാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ജനം പരിഹസിക്കുന്ന നടപടികളാണ് ലാവലിൻ കേസിൽ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇത്തരം കുതന്ത്രങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഏശാറില്ല. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്ത ഘട്ടത്തിൽ ചില കുതന്ത്രങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും അധികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ എതിരാളികൾ ശ്രമിക്കാറുണ്ട്. ആ കുതന്ത്രവും നാട്ടിൽ ഏശാറില്ല എന്നതാണ് നമ്മുടെ അനുഭവം. ഹർജിയുടെ കാര്യം പത്രത്തിലൂടെയാണ് അറിഞ്ഞതെന്ന മുഖ്യമന്ത്രിയുടെ വാദം വിചിത്രവും ഗൂഢലക്ഷ്യവും ഉള്ളതാണ്. അപ്പോൾ അത് വളരെ വിചിത്രമായൊരു വാദമാണ്. അത് മുഖ്യമന്ത്രി ആരെയോ ലക്ഷ്യമിട്ട് എഴുത അമ്പാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിണറായി വിജയനെതിരെ നീങ്ങുമ്പം തന്നെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കെതിരെയും നീങ്ങാനുള്ള വൈഭവം ഉമ്മൻചാണ്ടി കാണിക്കുന്നുവെന്നാണ് ആ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും പ്രചാരണം അഴിച്ചുവിടുന്ന UDF ശീലത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഉപഹർജി. ഇനി ആര് വിചാരിച്ചാലും ലാവലിൻ കേസ് കത്തിക്കാൻ കഴിയില്ല. കോടതി തന്നെ തീർപ്പുണ്ടാക്കിയ ഈ കേസ് ചീറ്റിപ്പോയതാണെന്നും ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. റിപ്പോർട്ടർ കാസർഗോഡ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ ടെലിഫോൺ ലൈനിൽ. P. കരുണാകരൻ, പിണറായി വിജയൻ്റെ ജാഥ തുടങ്ങുന്നത് നാളെ. ഹൈക്കോടതി ജഡ്ജി P. ഉബൈദ് ലാവലിൻ കേസിൻ്റെ ഉപഹർജി പരിഗണിക്കുന്നതും നാളെ. ഒരുപക്ഷെ നാളത്തെ കോടതി നടപടികൾ പിണറായി വിജയൻ്റെ ജാഥയെ ആകെ അലങ്കോലപ്പെടുത്തുമെന്ന ആശങ്ക CPM-നുണ്ടോ? ഒരു അത്തരം യാതൊരു സംശയങ്ങളോ അതുപോലെ തന്നെ ധാരണകളോ ഞങ്ങൾക്കില്ല.
കാരണം കേരളം വിജയന്റെ ജാഥ വരവേൽക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സുധീരന്റെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കോഴിക്കോട് എത്തുമ്പോൾ തന്നെ അത് ചീറ്റിപ്പോയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അകത്ത് തന്നെ തർക്കവും അടിപിടിയും അതുപോലെ തന്നെ മുല്ലപ്പള്ളിയെ പോലുള്ള ആൾക്കാർ പരസ്യമായി വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കാസർഗോഡ് ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിട്ടുള്ളത്, നാളെയാണ് ജാഥ വരുന്നതെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ ഇന്ന് തന്നെ ഒരു ഉദ്ഘാടനത്തിന്റെ പ്രതീതിയാണ് കാസർഗോഡ് ജില്ലയിലെ ഏത് ഭാഗത്ത് പോയാലും കാണാൻ വേണ്ടി കഴിയാം. കാരണം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞ മുദ്രാവാക്യമാണിത്. മതേതരത്വത്തിൻ്റെത്, അതുപോലെ തന്നെ അഴിമതിക്കെതിരായിട്ടുള്ളത്, വികസനവുമായി ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ടും തകരുകയും ഇപ്പോൾ പടുകുഴിയിലേക്ക് വീഴാൻ വേണ്ടി പോകുന്ന കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില പ്രചാര വേലകൾ ആരംഭിച്ചിട്ടുണ്ട് ജാഥ തുടങ്ങുന്ന ദിവസം. പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളമോ ജാഥയെ സംബന്ധിച്ചിടത്തോളമോ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് CPM ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മാറുകയാണ്. ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് നിർണായക ദിനമായിരിക്കും. ഈ ഗവൺമെന്റിന്റെ വിധിയെഴുത്ത് തന്നെയായിരിക്കും അതിന്റെ ഭാഗമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. MT രമേശ് BJP നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MT രമേശ്, നാളത്തെ പിണറായി വിജയൻ്റെ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്നതോടുകൂടി കേരളത്തിൽ ഇടതു തരംഗം ആഞ്ഞടിക്കുമെന്ന വിശ്വാസമാണ്. പക്ഷേ അതിനിടയിൽ ഗവൺമെൻറ് ഒരു ഉപഹർജി നൽകിയിരിക്കുന്നു. SNC ലാവലിൻ കേസ് നേരത്തെ പരിഗണിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ തീരുമാനം നാളെ ഉണ്ടാകാൻ പോവുകയാണ്. BJPയുടെ വിലയിരുത്തൽ എന്താണ്? ഈ ജാഥയെ തടയിടാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ തന്ത്രം വിജയിക്കുമോ ഇല്ലയോ? ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നടത്തുന്ന മൂന്നാമത്തെ ജാഥയാണിത്. രണ്ട് യാത്രകളുടെയും പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് ഒട്ടും വിഭിന്നമായിട്ടുള്ള ഒരു യാത്രയായിരിക്കില്ല ഇതും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ പുതിയതായിട്ട് ഒന്നും വെക്കാൻ പിണറായി വിജയനോ CPM-നോ ഇല്ല എന്ന് ബോധ്യമാവുകയാണ്. മാത്രമല്ല, SNC ലാവലിൻ കേസിൽ ഇന്നലെ ഗവൺമെന്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ഒരു പുനർഹർജി കൊടുക്കാൻ തയ്യാറായില്ല. CPM-നെ സഹായിക്കുന്ന നിലപാടായിരുന്നു. ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് സഹകരിക്കാൻ CPM തയ്യാറാക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ് ഈ പുനഃപരിശോധനാ ഹർജി. പക്ഷേ അതുപോലും SNC ലാവലിൻ കേസ് വീണ്ടും കേരളത്തിൽ സജീവമാകുന്ന ചർച്ചയാകുന്ന ഒരു സമയമായിട്ട് വരുന്നു. പിണറായി വിജയൻ പോകുന്ന വഴിക്കൊക്കെ ഇത് വിശദീകരിക്കേണ്ടി വരുമല്ലോ. ഇതിൽ VS അച്യുതാനന്ദന്റെ നിലപാടെന്താണെന്ന് പറയേണ്ടി വരുമല്ലോ. അച്യുതാനന്ദന്റെ ഇക്കാര്യത്തെ കുറിച്ച് പറയേണ്ടി വരുമല്ലോ. SNC ലാവലിൻ കേസിൽ മാർക്സിസ്റ്റ് വിരുദ്ധ പാർട്ടികളെക്കാൾ കൂടുതൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇതിപ്പോ പുനഃപരിശോധനാ ഹർജി വരുമ്പോ വിജയൻ കേസിൽ പ്രതിയാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് VS അച്യുതാനന്ദന്റെ അഭിപ്രായം എന്താണ് എന്ന് പറയാൻ അദ്ദേഹം നിർബന്ധിതമാകണമെന്നില്ല. കാരണം ഇതിനകം തന്നെ VS അച്യുതാനന്ദൻ ഈ കേസിൽ അന്തിമ തീർപ്പ് വന്ന ഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. CBI കോടതി ചാർജ് ഷീറ്റ് ഇല്ലാതെ ഈ കാര്യത്തിൽ അവസാന തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഈ കേസ് അവിടെ അവസാനിക്കുന്നു എന്ന നിലപാട് VS അച്യുതാനന്ദൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ VS അച്യുതാനന്ദൻ മുമ്പേ സ്വീകരിച്ച നിലപാടുകളുമായി പൊരുത്തപ്പെട്ടു പോകില്ലല്ലോ. അത് അന്ന് പറയാമായിരുന്നു, അന്ന് പറയേണ്ടതായിരുന്നു. തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, നാളെ ഉപഹർജി പരിഗണയ്ക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് നിയമപരമായി അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഈ കേസ് നേരത്തെ പരിഗണിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം ഹൈക്കോടതിക്ക് എടുക്കേണ്ടി വരും. അത് എങ്ങനെയെങ്കിലും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ജാഥയുടെ പ്രഭ കെടുത്തുന്നതോ ആയിരിക്കണമെന്നുണ്ടോ? അതിനുള്ള സാധ്യത കുറവാണ്. ഇതിൽ 2 പോസിബിലിറ്റീസാണ് ഉള്ളത്. ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ കേസ് ബാങ്ക് കേൾക്കണം എന്ന് പറഞ്ഞ് ഒരു ഹർജി ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ടോ, അധികാരമുണ്ടോ എന്ന ചോദ്യം ആദ്യം വരും. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ നേരിട്ട് കക്ഷിയല്ല. CBI ആണ് ഇത് അന്വേഷിച്ചത്, CBI ആണ് പ്രോസിക്യൂട്ട് ചെയ്തത്, CBIയുടെ ചാർജ് ഷീറ്റാണ് കീഴ്ക്കോടതി വിചാരണ കൂടാതെ തന്നെ അസ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ CBI ആണ് റിവിഷൻ കൊടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഹർജി CBI കൊടുത്താണ്. അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കക്ഷിയല്ല. പിന്നെ നമ്മുടെ നന്ദകുമാർ കൊടുത്തതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു എതിർകക്ഷി മാത്രമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ബാധ്യല്ല. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ എന്താണ് താല്പര്യം എന്ന് നാളെ ആ ജഡ്ജി അങ്ങനെ അബദ്ധവശാൽ ചോദിച്ചാൽ അത് മതിയല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്, നിയമപരമായിട്ടുള്ള കാര്യമല്ല. ഇനി മറിച്ചുമാകാമല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താണ് താല്പര്യമെന്ന് ജഡ്ജി നാളെ ചോദിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കൾ കാണുന്നു. മറിച്ച് ഒന്നും വിചാരണ ചെയ്യപ്പെടാതെ പോകുന്നതിനെ കുറിച്ചാണെങ്കിലോ? അതെ, ഇത്
നാളെ കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കോടതിക്ക് നാളെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഈ കേസ് വേഗം വാദം കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ഒരു ദിവസത്തേക്ക്, അടുത്ത ദിവസം വെച്ചാൽ ഏത് ദിവസം വേണമെങ്കിലും ആകാം, ഒരു പക്ഷേ വേനലിന്റെ അവധി കഴിഞ്ഞതിന് ശേഷവും ആകാം, അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കാവും, വാദം കേൾക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാം. അവിടെയും വേറൊരു പ്രയാസമുണ്ട്. കാരണം ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട എതിർകക്ഷികൾക്ക് നോട്ടീസ് സർവ് ചെയ്തിട്ടില്ല. അത് ഒന്ന് ക്ലോസ് ടെൻഡിലാണ്, മറ്റത് ലാവ്ലിൻ കമ്പനിയാണ്. അവർ നോട്ടീസ് കൈപ്പറ്റി അവർ ഹാജരാകാതെ ഈ വിചാരണയുമായിട്ട് അല്ലെങ്കിൽ അപ്പീലിലെ അല്ല റിവിഷനിലെ വാദവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വളരെ ഇല്ല അഡ്വൈസ്ഡ് ആയിട്ടുള്ള ഒരു നീക്കമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാവ്ലിൻ കേസിൽ സത്യം തെളിയിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമുണ്ട്, നിർബന്ധമുണ്ട്. ആ വിചാരണ കൂടാതെ പിണറായി വിജയനെ കുറ്റവിമുക്തരാക്കിയത് ശരിയായ ഒരു നടപടി അല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അബദ്ധത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്നാണ്. എം ജി രമേശ്, എന്തുകൊണ്ട് CBI ഇക്കാര്യത്തിൽ വേഗത കാട്ടിയില്ല? സംസ്ഥാന സർക്കാരിനാണ് വേഗത കാട്ടണമെന്ന താല്പര്യം. ഇന്ന് പിണറായി വിജയൻ തന്നെ കാസർഗോഡ് പറഞ്ഞത് ഉമ്മൻചാണ്ടി ഇത് മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞത് എന്ന് പറയുന്നത് തമാശയാണ്. തൻ്റെ തന്നെ പാർട്ടിയിൽപ്പെട്ട മറ്റാരെയോ ലക്ഷ്യം വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി അങ്ങനെ പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഉമ്മൻചാണ്ടിക്കപ്പുറത്ത് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ മറ്റാരോ എടുത്തുചാട്ടത്തിന് താല്പര്യം കാണിച്ചു എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നു എന്നാണ്. അതായത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വിഭാഗത്തിനാണ് ഈ വിഷയത്തിൽ ഒരു ഉപഹർജി നൽകണമെന്ന ആവശ്യമുള്ളത്. അങ്ങനെയാണ് DGP ടി ആസഫ് അലിയെ കൊണ്ട് ഉപഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അത് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഈ വിഷയം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ തൻ്റെ പാർട്ടിയിലെ തന്നെ മറ്റാരെയോ ലക്ഷ്യം വെച്ചാണ് ഉമ്മൻചാണ്ടി അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ കളികൾ നടക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ കോൺഗ്രസിൽ മാത്രമുള്ള ആളുകൾക്കല്ല അറിയുക, പിണറായി വിജയന് പോലും അറിയാൻ കഴിയുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, CBIക്ക് ഇക്കാര്യത്തിൽ താല്പര്യമില്ലാതായിട്ടുണ്ടോ പിണറായി വിജയൻ്റെ കാര്യത്തിൽ? 2-3 കാര്യങ്ങളുണ്ട് നികേഷ്. ഒന്ന്, CBI ഈ കേസ് തോറ്റുകൊടുത്ത കേസാണ്. തിരുവനന്തപുരത്തെ കോടതിയിൽ CBI ഈ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുന്ന ഒരു ഹർജി വന്നപ്പോൾ, കുറ്റവിമുക്തമാക്കണമെന്ന് ആവശ്യം വന്നപ്പോൾ ആ കേസ് CBI കൃത്യമായിട്ട് വാദിച്ചില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അന്ന് കോടതിയിൽ ഹാജരായത് ഈ കേസിന്റെ വിശദാംശങ്ങൾ പഠിക്കാത്ത ജൂനിയർ അഭിഭാഷകന്മാരായിരുന്നു. പിണറായി വിജയന് വേണ്ടി ഏറ്റവും സമർത്ഥരായിട്ടുള്ള വക്കീലന്മാർ ഹാജരായപ്പോൾ CBIക്ക് വേണ്ടി വളരെ ജൂനിയറായിട്ടുള്ള വക്കീലന്മാർ ഹാജരായി കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ CBI തോറ്റുകൊടുത്ത കേസാണ്. തോറ്റുകൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നത്തെ കോൺഗ്രസ് UPA ഗവൺമെന്റിലെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും CPM-ന്റെ നേതൃത്വം തമ്മിലുള്ള ധാരണയായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. തോറ്റുകൊടുത്തു എന്ന് മാത്രമല്ല, പിന്നെ CBI അപ്പീൽ കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ അത് വാർത്ത വന്നതിന് ശേഷം, വിവാദമായതിനു ശേഷമാണ് അതിന്റെ ദിവസം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പീൽ കൊടുക്കാൻ CBI തയ്യാറായത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇന്ന് കാണിക്കുന്ന ഒരു താല്പര്യം അന്ന് ഗവൺമെന്റ് കാണിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ നേരത്തെ ജയശങ്കർ പറഞ്ഞ കാര്യം ശരിയാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിലുള്ള താല്പര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചേക്കാം. സംസ്ഥാന സർക്കാരിന് താല്പര്യം പിണറായി വിജയനെ കേസിൽപ്പെടുത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ പിണറായി വിജയനെ ഈ കുറ്റപത്രത്തിൽപ്പെടുത്തുക എന്നുള്ളതല്ല. ഈ ലാവ്ലിൻ കേസ് സജീവമാക്കി നിലനിർത്താൻ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. ആ സജീവമാക്കി നിലനിർത്താൻ മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് സംസ്ഥാന കോൺഗ്രസിനും അറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് നേരത്തെ കോൺഗ്രസും CPM-ഉം തമ്മിലൊരു ധാരണയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ധാരണയ്ക്ക് വിരുദ്ധമായി ആരാണ് കോടതിയിൽ പോകാൻ ഈ സർക്കാരിനെ ഉപദേശിച്ചത് എന്ന സ്വാഭാവികമായിട്ടുള്ള സംശയമായിരിക്കും പിണറായി വിജയൻ മുമ്പോട്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, MT രമേശ് പറയുന്നത് പിണറായി വിജയന്റെ പ്രഭാവം കൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴൊരു ഉപഹർജിയുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നതെന്നാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് എന്താണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യം? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു ഉപഹർജിയുമായി വരാൻ എന്ന ചോദ്യം ഒരുപക്ഷെ ഉയർന്നേക്കാമെന്നാണ്. അത് പിണറായി വിജയന് അനുകൂലമാക്കി കാര്യങ്ങൾ കൊണ്ടുപോകും. നികേഷ്, ഇതിപ്പോ ഓരോ ആളുകളും അവരുടെ വീക്ഷണകോണത്തിൽ ഇക്കാര്യത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഈ വ്യാഖ്യാനങ്ങൾ ഒന്നും ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഹർജി കൊടുത്തിരിക്കുന്നത് ഇത് അനന്തമായി ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാവില്ല. കാരണം ഒരു വിചാരണ കോടതി ഒരു വിചാരണ കൂടാതെ കുറ്റപത്രം റദ്ദു ചെയ്തു. ആ വിചാരണ കോടതി എന്ന് പറയുന്നത് CBI കോടതിയാണ്. CBI അതിനെതിരെ ഹർജി കൊടുത്തിട്ടുണ്ട്. ഷാജഹാൻ ഹർജി കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസ് കൈപ്പറ്റുന്നില്ല. നോട്ടീസ് കൈപ്പറ്റാത്ത സാഹചര്യത്തിൽ എത്രയും വേഗം ഈ കേസ് വിചാരണ നടത്തി ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനെ സഹായിക്കാനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജീവിതാവസാനം വരെ ഈ കേസ് അദ്ദേഹത്തെ അങ്ങനെ വേട്ടയാടുന്നതിനേക്കാൾ നല്ലത് എത്രയും വേഗം വിചാരണ നടത്തി ഇത് തീർപ്പ് കൽപ്പിക്കട്ടെ. പക്ഷേ CBI
കോടതിയിൽ കൊടുത്ത സാക്ഷിമൊഴികളും അതുപോലെ രേഖകളും പരിശോധിച്ചാണ് ഈ കുറ്റപത്രം തള്ളിയത്. അതുകൊണ്ട് ഇത് വിചാരണ നടന്നേ മതിയാകും. അങ്ങനെ സംസ്ഥാന സർക്കാരിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഉപഹർജി നൽകിയിരിക്കുന്നത് എന്നാണ്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ പിണറായി വിജയന് ഡാമേജ് ഉണ്ടാകാനിടയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിചാരണ നടക്കണം എന്ന ആവശ്യം ഗൗരവമായി ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് കോടതി പരിഗണിക്കുകയാണ് എങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിൻ്റെ വാദം കേൾക്കൽ ആരംഭിക്കുകയോ അല്ലെങ്കിൽ പൂർത്തിയാക്കുകയോ ചെയ്യേണ്ടതുണ്ട്. വാദം കേൾക്കൽ വരുമ്പോൾ രണ്ടു ഭാഗത്തു നിന്നുമുള്ള വാദങ്ങളുണ്ടാകും, കോടതിയുടെ ചോദ്യങ്ങളുണ്ടാകും. ഇത് അപകടപ്പെടുത്തില്ലേ? തന്നെയാണല്ലോ ഇപ്പൊ സോളാർ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോളാർ കമ്മീഷനെ എതിർത്ത ആളുകൾ ഇപ്പൊ സോളാർ കമ്മീഷൻ പോയി ജയശങ്കറോടാണ് എന്റെ ചോദ്യം. ശ്രീ പി കരുണാകരൻ, അത്തരമൊരു സാധ്യതയെ CPM ഭയക്കുന്നുണ്ടോ? ഒരു തരത്തിലും ഇല്ല. ഇവിടെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പാണോ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും ഈ പുതിയൊരു ബോധോദയം ഉണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ശിക്ഷിക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും കേസും കാര്യങ്ങളൊക്കെ വന്ന് ആ അഗ്നിപരീക്ഷയിൽ നിന്ന് തന്നെയാണ് വിജയൻ യഥാർത്ഥത്തിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു വിചാരണ പോലും ചെയ്യാതെ കേസെടുത്തത്. ആ കേസ് കളിയെ സംബന്ധിച്ചിടത്തോളാണ് ഇപ്പൊ രമേശിന്റെ അഭിപ്രായം. കാരണം പ്രധാനപ്പെട്ട വക്കീലല്ല വാദിച്ചത്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ. അപ്പൊ കോടതി വിട്ടാലും കുഴപ്പം, കോടതി ശിക്ഷിച്ചാലും കുഴപ്പമൊന്നും തരില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, രമേശിന്റെ സ്വരത്തിൽ ഒരു മാറ്റം വന്നത്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നതും രമേശ് പറയുന്നതും ഒരു തരത്തിൽ ഒരേപോലെ തന്നെയാണ്. കാരണം വിജയനെതിരായിട്ടുള്ള കേസ് കൊണ്ടുവരണം, ആ നിലയിൽ അതുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് ഒരു പ്രശ്നമേ അല്ല. കാരണം ഈ കേസ് ഇതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ട് വന്നതാണല്ലോ. എല്ലാ മേഖലകളിൽ നിന്നുള്ള എതിർപ്പും കാര്യങ്ങളും വിജയനെതിരായിട്ട് വന്നതാണല്ലോ. ഒരു തരത്തിൽ മാത്രമല്ലല്ലോ. ചിലപ്പോൾ കേരളത്തിൽ ഇത്രയേറെ എതിർപ്പുകൾ രാഷ്ട്രീയ രംഗത്ത് നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ കാണാൻ വേണ്ടി കഴിയത്തില്ല. അപ്പൊ ഇപ്പോഴെന്താ ഉമ്മൻചാണ്ടി ആയാലും കോൺഗ്രസ് ആയാലും അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും ഏത് സാധാരണ കുട്ടിക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വിജയന്റെ നേതൃത്വത്തിൽ ജാഥ നടത്തുന്ന സമയത്ത് കോടതിയിൽ ലാബിലൊരു പ്രശ്നമായിട്ട് കൊണ്ടുവരിക, എന്നിട്ട് അത് ചർച്ചയാക്കിയിട്ട് മാറ്റി. ഇതാർക്കും അറിയാത്തത്. ഇതിന് വലിയ വിദഗ്ധാഭിപ്രായ കാര്യങ്ങളൊന്നും വേണ്ട. കേരളത്തിലെ ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. CBIയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിചാരണ കോടതി ഒരു കേസ് റദ്ദാക്കുന്നത്. 17 മാസമായല്ലോ, അല്ലെങ്കിൽ 19 മാസമായല്ലോ നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട്. കേരള സർക്കാർ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൊരു ജാഗ്രതയുണ്ടല്ലോ. ആ ജാഗ്രത എന്തുകൊണ്ട് നേരത്തെ ഇത് ബോധപൂർവം തള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് എങ്കിൽ, അതിൽ പിണറായി വിജയൻ വിജയിച്ചതാണ് എങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല? അല്ല, ഞങ്ങൾ ഒരിക്കലും CBIയെ ഉപയോഗപ്പെടുത്താറില്ലല്ലോ. CBI ഒരു സ്വതന്ത്ര സ്ഥാപനം. CBI കേസിനെ സംബന്ധിച്ച് ഒരിക്കലും ഗവൺമെന്റ് ഇടപെടാറില്ല. ഒരു കേസിലും കാണിക്കാനോ ഇടപെടാനോ ഞങ്ങൾ അല്ല. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഞങ്ങൾ അന്ന് ഇന്ന് പറയുന്നുണ്ട് CBI ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് ശരിയായ നടപടിയല്ല. കാരണം ഇവിടെ ഒന്ന് ആ കേസ് തോറ്റു കൊടുത്തതിനെ സംബന്ധിച്ച്, അപ്പീൽ കൊടുത്തതിനെ സംബന്ധിച്ച്, അതിനുശേഷം കഴിഞ്ഞ 18 മാസമായിട്ടും CBIയുടെ ഭാഗത്ത് ഈ കാര്യത്തിൽ ആവശ്യമായ അവധാനത ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം കേന്ദ്ര ഗവൺമെന്റ് CBI സ്വാധീനം ചെലുത്തുക എന്നുള്ളതല്ല. പ്രത്യേകിച്ചും ഇതൊരു രാഷ്ട്രീയ കേസാണ്. ഈ കേസിൽ ഒരു രാഷ്ട്രീയ വിരോധം എന്നുള്ള നിലക്ക് ഉപയോഗിക്കാൻ ഒരിക്കലും BJP ആഗ്രഹിച്ചിട്ടില്ല. ഇതിനുശേഷം ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോ ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നാളെ ജഡ്ജി എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഈ പ്രാവശ്യം CPM വീണ്ടും വരുന്നത് CPMന്റെ ജാഥയിൽ വീണ്ടും SNC ലാബിന് മറുപടി പറയാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ആദ്യത്തെ ജാഥയിൽ SNC ലാബിനെ കുറിച്ച് മറുപടി പറയാനാണ് അദ്ദേഹത്തിന് സമയം കണ്ടെത്തിയിട്ടുള്ളൂ. രണ്ടാമത്തെ ജാഥയിൽ അദ്ദേഹം രമക്ക് മറുപടി പറയാനാണ് ശ്രമിച്ചത്. മൂന്നാമത്തെ ജാഥയിൽ വീണ്ടും പിണറായി വിജയൻ SNC ലാബിന് തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ജാഥ ഈ പുതിയ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷക്കാലത്തെ എല്ലാ വിഷയങ്ങളും വീണ്ടും ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ ജാഥയിൽ വരുന്ന ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് കഴിഞ്ഞ 2 ജാഥകളുടെ ആവർത്തനം മാത്രമായി സ്വയം പ്രതിരോധം തീർക്കാനുള്ള ഒരു ജാഥയായിട്ട് CPMന് പിണറായി വിജയനും ഇത് മാറേണ്ടി വരും. അങ്ങനെ തന്നെയാണോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസും ഉദ്ദേശിച്ചത്, സർക്കാരും ഉദ്ദേശിച്ചത്? പി കരുണാകരൻ, അത്തരം ഒരു സാഹചര്യം ഉയർന്നു വരികയാണെങ്കിൽ
നേരത്തെ പിണറായി വിജയൻ്റെ ജാഥകൾ ലാവ്ലിൻ കേന്ദ്രീകൃതമായിരുന്നു. ലാവ്ലിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുക, ക്ഷുഭിതനായി പിണറായി വിജയൻ സംസാരിക്കുക. ഇത്തവണ ലാവ്ലിനെ കുറിച്ച് ചോദിക്കുമ്പോഴും സുസ്മേരവദനായി മറുപടി പറയാൻ പിണറായി വിജയന് കഴിയുന്നുണ്ടെങ്കിൽ തന്നെയും ലാവ്ലിൻ കേന്ദ്രീകൃതമായി ജാഥ മാറുകയാണെങ്കിൽ അതിൻ്റെ മുഖ്യ മുദ്രാവാക്യം എന്താണ്? അഴിമതിക്കെതിരെയാണ്. അഴിമതിക്കെതിരായ ഒരു ജാഥയ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നത് ഒഴിവാക്കാൻ CPM എന്തായാലും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിന് കഴിയാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അല്ല, ഇതില് ഒരു പ്രധാനപ്പെട്ട വിഷയം BJPക്കും കോൺഗ്രസിനും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിമർശനമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ ഈ ജാതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മതേതരത്വം, മതനിരപേക്ഷത എന്നുള്ളതാണ്. അപ്പൊ ആ മതനിരപേക്ഷത കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും മോശമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് ധാത്രി സംഭവമായാലും ശരി, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായാലും ശരി, എഴുത്തുകാർ കൊലയപ്പെടുന്നതായാലും ശരി, സാഹിത്യകാരന്മാർക്കെതിരായിട്ടുള്ളതായാലും ശരി, അതൊരു പ്രധാനപ്പെട്ട വിഷയം വരാൻ വേണ്ടി പോയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് BJPക്ക് എതിരായിട്ടുള്ളതായിരിക്കും പ്രധാനപ്പെട്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 വർഷത്തെ ഭരണത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ ആയിരിക്കും ഈ ജാഥ എന്ന കാര്യത്തിൽ സംശയമില്ല. CBI കോടതി ഇത് വിചാരണക്കെടുക്കാതെ തള്ളിയപ്പോൾ തന്നെ ആ വിധി അംഗീകരിച്ചുകൊണ്ടാണ് അത്ഭുതകരമായിരുന്നു അത് VS അച്യുതാനന്ദന്റെ പ്രസ്താവന വന്നത്. അല്ല, അതിനുശേഷം SNC ലാബിന് വീണ്ടും സജീവമാവുകയാണല്ലോ, ചർച്ചയാവുകയാണല്ലോ. തുടരുക. ഇവിടെ ഒന്നുകൂടി നികേഷ്, ഒറ്റ കാര്യം കൂടി. നേരത്തെ ബഹുമാനപ്പെട്ട കരുണാകരൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായിട്ടുള്ള ധാരണകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നലെ ബഹുമാനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു. അദ്ദേഹം CPM ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം എണ്ണി പറയുന്നത് കണ്ടു. അതിൽ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി ഭരിക്കുന്ന പഞ്ചായത്തുകൾ പ്രത്യേകിച്ചൊന്ന് പറഞ്ഞാൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്കറിയാം. BJP തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നിങ്ങൾ കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണ കൂടി ഒന്ന് ജനങ്ങളോട്. കരുണാകരൻ, യഥാർത്ഥത്തിൽ കോടതിയിൽ P. ഉബൈദ് എന്തു പറയുന്നു എന്നതിനപ്പുറത്തേക്ക് BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷ VS അച്യുതാനന്ദനിലാണ് അവർ നിക്ഷേപിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കിട്ടും, അങ്ങനെ അതിൽ പിടിച്ച് മുന്നോട്ട് പോകാം എന്ന ആഗ്രഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPM ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും ശക്തമാണിന്ന്. ഇപ്പോൾ രമേശോ അതുപോലെ തന്നെ കോൺഗ്രസോ കാണുന്ന സ്വപ്നമുണ്ടല്ലോ, മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം വന്നതിന് അപ്പുറത്തേക്കൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം ഇപ്പോൾ രമേശ് പറഞ്ഞു. രമേശിന് പറയാൻ പറ്റുമോ? കാസർഗോഡ് BJPയിലെ 2% വോട്ട് കുറഞ്ഞിരിക്കുക. എവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉദുമ പഞ്ചായത്തിൽ 2 വാർഡിൽ നമ്മളെന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവലോകനമല്ല നടത്തുന്നത് ശ്രീ P. കരുണാകരൻ. അത് വിട്ടുകളാ. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, VS അച്യുതാനന്ദനിലെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അല്ല, അത് രമേശ് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. എൻ്റെ ചോദ്യം ഇതാണ്, VS അച്യുതാനന്ദനിൽ UDFും BJPയും പ്രതീക്ഷ പുലർത്തുന്നു. VS അച്യുതാനന്ദൻ എന്ന ബിംബം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അഴിമതി കേസുകളിൽ മുഖം നോക്കാതെ നിലപാടെടുത്തത് കൊണ്ടാണ് എന്ന് MT രമേശ് വിശ്വസിക്കുന്നു. ഒന്നുകിൽ പിണറായി വിജയനെതിരെ VS അച്യുതാനന്ദന് നിലപാടെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ എന്ന ബിംബം കേരളത്തിൽ തകരും. അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചിട്ടാണ് CPM അതിൻ്റെ സെക്രട്ടേറിയറ്റ് ആയാലും സ്റ്റേറ്റ് കമ്മിറ്റി ആയാലും എല്ലാ തീരുമാനങ്ങളും എടുത്തത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജാഥ പോകുന്നത്. അതുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്ത അഭിപ്രായമോ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് രമേശോ കോൺഗ്രസോ ധരിച്ചാൽ അവർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ഫലപ്രദമാവില്ല എന്നുള്ളതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ CPMനെ സംബന്ധിച്ചോ നയങ്ങളെ സംബന്ധിച്ചോ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ജാഥയുമായിട്ട് ബന്ധപ്പെട്ടാലും ശരി, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാലും. അഡ്വക്കേറ്റ് ജയശങ്കർ, പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൺസോൾഡേറ്റ് ചെയ്ത് വരികയാണ്. ഈ ജാഥ അവസാനിക്കുമ്പോൾ മറ്റൊരു മുഖം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നമുക്ക് കാണാനാകില്ല. ഇപ്പോൾ സ്വാഭാവികമായും VS അച്യുതാനന്ദൻ വെറുമൊരു MLA ആകുന്നതിന് വേണ്ടി നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന തർക്കം അല്ലെങ്കിൽ എന്ന വിഷയം വരികയാണ്.
അപ്പോൾ വി എസ് അച്യുതാനന്ദൻ നേരത്തെ ഞാൻ എന്തായാലും വീഴുന്നതുവരെ തുടരും എന്ന് പറയുന്നതിലൂടെ നാം മനസ്സിലാക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുപോയി പിണങ്ങി നിൽക്കുമോ എന്നുള്ളത് ഒന്ന്. രണ്ട്, SNC ലെവലിൽ കോടതിയിൽ നിന്നൊരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ അതിൽ പിടിക്കുമോ എന്നുള്ളത് മറ്റൊന്ന്. ഇതൊക്കെ തന്നെയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ LDFന്റെ വലിയ ഭീഷണികളല്ലേ? അല്ല, LDFനെ സംബന്ധിച്ചുള്ള ഭീഷണിയൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മുന്നണി ആര് നയിക്കണം, പാർട്ടി ആര് നയിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വ്യക്തത ഉണ്ടാകണം. കാരണം ഇത് വലിയൊരു യുദ്ധമാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ചെറിയൊരു മേൽക്കൈ ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 1995-ലും 2005-ലും ഇടതുപക്ഷത്തിനുണ്ടായ വമ്പിച്ച വിജയത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു വിജയമേ അല്ല. ഇടതുപക്ഷം അർഹിച്ച രീതിയിലൊരു വിജയം ഉണ്ടായിട്ടില്ല. ചെറിയ ഒരു മേൽക്കൈ കിട്ടി. ഇവിടെ UDFന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷെ LDFന് അതനുസരിച്ചുള്ള ഗുണം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു നിർണായകമായ സന്ദർഭത്തിൽ ആര് നയിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ പിണറായി വിജയൻ പുഞ്ചിരിക്കാൻ തുടങ്ങിയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ സ്വീകാര്യത ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. VS ആയിരിക്കും കുറച്ചുകൂടി നല്ല ബെറ്റ് എന്ന് ഞാൻ കരുതുന്നു. 93 വയസ്സുകാരനായ വി എസ് അച്യുതാനന്ദന് കേരളത്തിൽ മുഖ്യമന്ത്രിയായി നിൽക്കാൻ കഴിയുമെന്നാണോ വിശ്വസിക്കുന്നത്? 93 വയസ്സായി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയെയോ ആരോഗ്യത്തെയോ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ പല നേതാക്കളെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലനാണ്. അതിൽ യാതൊരു സംശയമില്ലല്ലോ. പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട വിഷയങ്ങളിൽ വി എസ് അച്യുതാനന്ദന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് സ്വാഭാവികമായി നമ്മൾ വി എസ് അച്യുതാനന്ദൻ പുറത്തേക്ക് ഇറങ്ങുന്ന 1 മണിക്കൂർ മാത്രമേ നാം അദ്ദേഹത്തെ കാണുന്നുള്ളൂ. ഞാനെന്ന് പറയട്ടെ നികേഷ്, ഈ KM മാണിയേക്കാൾ ഈ അഹമ്മദിനെക്കാളൊക്കെ എത്രയോ ആരോഗ്യമുള്ള ആളാണ് വി എസ് അച്യുതാനന്ദൻ. നിങ്ങൾക്കറിയാവുന്നല്ലേ. തുടരുക. അവസാനമായി ശ്രീ പി കരുണാകരൻ, ഈ ജാഥ കേരളത്തിൽ എന്ത് സന്ദേശമാണ് നൽകണം എന്ന് CPM ആഗ്രഹിക്കുന്നത്? അതിലൂടെ ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കുക എന്ന ലക്ഷ്യം CPMനെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ? അല്ല, ഈ ജാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അന്ന് കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല രാജ്യത്തെ തന്നെ ബാധിക്കുന്ന വർഗീയത അതൊരു വലിയ ആപത്തായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് അതിൻ്റെ മോചനം കേരളത്തിന് മാത്രം ഒഴിവാക്കാൻ കഴിയുന്നല്ല. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ ഉന്നയിക്കുന്നത്. രണ്ടാമത്തത് വളർന്നു വരുന്ന ഈ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം. മൂന്നാമത്തത് എന്തായിരിക്കണം നമ്മുടെ വികസന നയം. ഇപ്പോൾ 9, 10 തീയതികളിൽ ഞങ്ങൾക്ക് 4ാം സാർവദേശീയ വികസന സെമിനാർ ഇവിടെ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരു ദിവസമല്ല, ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ ജില്ലാ തലസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ ഏകദേശം പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് 50ഓളം അനുബന്ധ സമ്മേളനങ്ങളും അതേപോലെ തന്നെ 10ഓളം പ്രധാനപ്പെട്ട പ്രബന്ധങ്ങളും മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ച. അതിൻ്റെ ഭാഗമായിട്ട് കേരളം എങ്ങനെ ആയിരിക്കണം, സ്വാഭാവികമായിട്ടും ഞങ്ങൾ വന്ന സമയത്തൊക്കെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് EMSൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു, അതിന് ശേഷമുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ തന്നെയാണ് വികസന സെമിനാർ നടത്തിയിട്ടുള്ളത്. ഈ 3 വിഷയങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രം ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളായിട്ട് ലക്ഷ്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ പിന്തുണ കിട്ടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അത് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അഴിമതി നിറഞ്ഞ ഭരണത്തിന് എതിരായിട്ടുള്ള. നന്ദി ശ്രീ പി കരുണാകരൻ, ശ്രീ MT രമേശ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.